ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ കരിയർ. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് നല്ല ഒരു കരിയർ ലഭിക്കുമോ, അല്ലെങ്കിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ജോലിയെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ആ കമ്പനിയോ ആ ജോലിയോ മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ജോലി അവർക്ക് ലഭ്യമാകുമോ, അതിൽ സാമ്പത്തിക ഉയർച്ച അവർക്ക് ലഭിക്കുമോ? പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ദുഃഖിച്ച് ജോലി സംബന്ധിച്ചിട്ടാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട വ്യക്തിയാണ്, പക്ഷേ അതൊന്നും സാധിക്കാനാകാതെ നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 11, 7, 10, 12, 3, 2, 1, 14, 5. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഈ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അതോ മന്തോ ആയിട്ട്, ഓക്കെ, ഏതെങ്കിലും മാസമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജോലിക്ക് കയറിയ മന്തോ അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ വളരെ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില അബൻഡൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിൽ ഒരു മാറ്റം വരുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കിങ് ആണ് വന്നിരിക്കുന്നത്. ആ കിങ്ങിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് ഫ്രൂട്ട്സുകളാണ് വന്നിരിക്കുന്നത്, അധികാരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആരുമല്ലാത്ത രീതിയിൽ ചില വ്യക്തികൾ, ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം ഒരു വളർത്തു മൃഗവും ഒരു കാട്ടിലെ മൃഗവുമാണ് ഇവിടെ ഉള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ശത്രു മാത്രമല്ല നിങ്ങൾക്ക് എതിരായി നിന്നത്, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ ചില വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച് കെയർ കൊടുത്ത് കൊണ്ടുവന്ന ചില വ്യക്തികൾ പോലും നിങ്ങളുടെ പരാജയത്തിൽ അവരും ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ നിങ്ങൾ ഒരുപാട് തളർന്നു പോയി. ശത്രുക്കൾ മാത്രം ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ല, ഇത് നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന വ്യക്തികൾ പോലും നിങ്ങളെ ചതിച്ചു എന്നറിഞ്ഞതിൽ നിങ്ങൾ തളർന്നു പോയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് ജോലിസ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നിരിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾക്കിത് സംഭവിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ കരകയറി വരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. അതിന് തെളിവായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏരീസിൻ്റെ ഒരു ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഒരു ദണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികത്തിൻ്റെ ഒരു ദണ്ട് ഇവിടെ, സാമ്പത്തികത്തിൻ്റെ ഒരു പെൻഡിക്കിൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, എന്തിനെ നേരിടാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകും. ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്, ഇപ്പോൾ നമ്മുടെ കുഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നിങ്ങൾ മുകളിലേക്ക് കയറി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ കയറി വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഓവർ വർക്ക്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ, ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പെൻഡിക്കിൾ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഡബിളിനെ ജയിക്കണമെങ്കിൽ ഡബിളിൻ്റെ കയ്യിൽ നൂൽപ്പാവയായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ വന്നു ചേർന്നിരിക്കുന്നത്. ഈ നൂലിനെ പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കഠിനാധ്വാനം ചെയ്തേ മതിയാകൂ. കഠിനാധ്വാനത്തിന് വേണ്ടി എഫേർട്ട് ഇടണം. ഓക്കെ, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കത്തില്ല. നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ, നമ്മൾ അന്വേഷിച്ച് പോകണം, ഒന്ന് മാറി അന്വേഷിക്കണം. നമ്മളുടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാം കൊണ്ട് തൃപ്തിയായിട്ട് നമുക്ക് ഒരിക്കലും
നിൽക്കാൻ പറ്റുന്നില്ല. പ്രവാസികളെ നമുക്ക് നോക്കാം. അവരുടെ വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് ദൂരേക്ക് മാറിപ്പോയത് കൊണ്ടാണ് വീട്ടുകാർക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ എഫേർട്ട് ഇടുന്ന സമയത്താണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫാമിലീനെയൊക്കെ വിട്ടു പോകണമെന്നല്ല. നിങ്ങൾ സാമ്പത്തിക അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസിനെ ആണെങ്കിലും ശരി, നിങ്ങളുടെ ഫാമിലീനെ ആണെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് എത്രയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിരുന്നാലും ആ ഒരു സിറ്റുവേഷൻ കേൾക്കുന്ന സമയത്ത് മാത്രമേ ഒരു ഇത് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിലോട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു വിജയം ലഭിക്കുകയില്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേൾക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. നമ്മൾ ഒന്ന് മാറി കേട്ടത് കൊണ്ട് മാത്രം അഫർമേഷൻ ആകത്തില്ല. അഫർമേഷൻ ആകണമെങ്കിൽ അത് വിഷ്വലായി തീരണം. വിഷ്വൽ മാത്രമേ നമ്മുടെ തലച്ചോറ് ഏറ്റെടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഡേറ്റ ഇത് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സംസാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കത്തില്ല. ഉപബോധ മനസ്സിന് എന്താണ് വേണ്ടത്? അത് വിഷ്വലാണ് വേണ്ടത്. ഓക്കെ, ചിത്രങ്ങളായിട്ട്, കളർഫുള്ള് ചിത്രങ്ങളായിട്ടാണ് അതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടതിന് ശേഷം റീഡിങ് എന്നതല്ലാതെ മറ്റ് പല റീഡിങ്ങും കേട്ടിട്ടും ഇങ്ങനെ ഹാങ്ഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിജയം ലഭിക്കുകയില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്കൊരു അവെയർനെസ് സംഭവിക്കണം. അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഇടണം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് യൂണിവേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് ചോദിക്കും, ഞാനിതെല്ലാം കേട്ടിട്ടും അല്ലെങ്കിൽ എനിക്കൊന്നും വന്നില്ലല്ലോ, ഇത്രയും നാളായിട്ട് ഞാൻ ഇതൊക്കെ കേൾക്കുന്നല്ലോ, എനിക്കൊരു മാറ്റവും വന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ചോദ്യോത്തരം ചെയ്യുന്നു, ജഡ്ജിമെൻ്റാണ്. അപ്പോൾ ജഡ്ജിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യോത്തരം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ചോദ്യോത്തരം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഹാങ്ഡായി നിന്നാൽ മാത്രം പോരാ, അവെയർനെസ് ഉണ്ടാകണം. അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? സ്ട്രെങ്ത് വേണം. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ തട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, നമ്മുടെ മാനിഫെസ്റ്റിനെ തട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ട് ഡെവിൾ ശ്രമിക്കും. ഓക്കെ, നമുക്ക് നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയത്തില്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളെ കരയിപ്പിച്ച് തൻ്റെ കയ്യിൽ നൂൽപ്പാവയാക്കി മാറ്റാനാണ് ഡെവിൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവിൾ കൊണ്ട് സംശയം ഇട്ട് തരും. ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ, നടക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള നെഗറ്റീവ് തോട്ടുകൾ കൊണ്ടിട്ട് തരും. നമ്മളിലേക്ക് നെഗറ്റീവ് തോട്ട് കൊണ്ടിട്ട് നമ്മളുടെ സ്ട്രെങ്തിനെ കുറപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ യൂണിവേഴ്സ് പറയുന്നു, ഒരിക്കലും നിങ്ങൾ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അതിലേക്ക് തന്നെ, നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് തന്നെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ എന്ത് വിഷയത്തിലാണോ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുക, പേരെഴുതി വയ്ക്കുക. എനിക്ക് ഇന്ന കമ്പനിയിൽ എനിക്ക് വേണം, എനിക്ക് ഇന്ന രാജ്യത്ത് എനിക്ക് പോകണം എന്ന് നിങ്ങൾ പേരെഴുതി വെച്ച് നിങ്ങളത് ഡെയിലി അഫർമേഷൻ ചെയ്യുന്നു എങ്കിൽ, അഫർമേഷനും മാനിഫെസ്റ്റേഷനും പറയുന്ന
ഈ വിഷ്വലായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ വിഷ്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് അഫർമേഷനായി തീരുന്നത്. ഇത് നിങ്ങളുടെ തലച്ചോറിൽ ഉപബോധ മനസ്സിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഞാൻ എൻ്റെ ശബ്ദം മാത്രമല്ല, ഈ വിഷ്വലാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജീസും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു 6 മന്ത് അതിനപ്പുറം പോകില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈലൻ്റ് അഫർമേഷനാണ് എൻ്റെ റീഡിങ്ങിൽ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് വരും, സ്ട്രെങ്ത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങൾക്ക് സ്ട്രെങ്തോടുകൂടി നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, മനക്കരുത്തോടു കൂടി നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് വാണ്ടാണ്. എത്രയും പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അനുഗ്രഹത്തോടു കൂടി സാലറി ഉയർന്ന് ലഭിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കാം. ഓക്കെ, ആ ചെയ്യുന്ന ജോലിയിൽ ഒരു ഗ്രോത്ത് ലഭിക്കുന്നു. ഓക്കെ, സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ വന്നു നിങ്ങൾ 1-ാം നമ്പറിലേക്ക് കടക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ 0-യിലാണ് നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ 1-ലേക്ക് കൊണ്ടുപോകുന്നു. അതാണ്ട് നിങ്ങൾക്ക് ചില ഒന്നുകിൽ നിങ്ങൾ എത്രയൊക്കെ എഫേർട്ട് ഇട്ടതിന് ശേഷവും നിങ്ങൾക്ക് അതിൽ തൃപ്തിയാകുന്നില്ല, നിങ്ങൾക്ക് സാമ്പത്തികം വന്ന് നിങ്ങൾക്ക് തൃപ്തി ലഭിക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സ് ഇവിടെ 1-നോട് 1 ചേർത്തിരിക്കുന്നു, 9-നോട് 1 ചേർത്തിരിക്കുന്നു. എല്ലാം ഫുള്ളായി മാറുവാൻ പോകുന്നു. നിങ്ങളുടെ സാലറി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ സാലറി ഉയരാൻ പോകുന്നു. നിങ്ങളുടെ ജോലി സ്ഥാനം താഴെ നിന്നും മുകളിലേക്ക് മാറുന്ന ഒരു എനർജിയിലേക്ക് കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഫർമേഷൻ ചെയ്യാവുന്നതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത്? ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മയുടെ സമയമാണ്. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, നല്ല പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. ഇവിടെ ജഡ്ജിമെൻറ്റ് വീണ്ടും വന്നിരിക്കുന്നു. ജഡ്ജിമെൻ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ചോദ്യോത്തരങ്ങൾക്ക് നിർത്തിയിരിക്കുകയാണ്. എന്നാ കാര്യങ്ങളാണ് നീ ചെയ്തത്? ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമയം കർമ്മയുടെ സമയമാണ് ഇത് വന്നിരിക്കുന്നത്. ആ കർമ്മയുടെ സമയം അനുസരിച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ നിങ്ങളെ ഫോളോ ചെയ്യും. ഓക്കെ, നിങ്ങൾ നല്ല ജീവിതമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും നല്ല രീതിയിലുള്ള കാര്യമാണ് ചെയ്തതെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകാര്യമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് എനർജി ആയിരിക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മ സമയമാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില വിസ വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ഏതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വിദേശത്ത് യാത്രയാണ് കൂടുതലും ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് യാത്ര പോകാനുള്ള സാധ്യത 100-110% ഇവിടെ കാണിക്കുന്നു. സക്സസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു പക്ഷേ ഒരു 7 മാസത്തിൽ കൂടുതലും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അത്രത്തോളം മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 4 മാസമായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും 4 മാസമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. ഇതൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു, എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നെല്ലാം ഒരു ആഹ്ലാദം നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, വീട്ടായിട്ട് എല്ലാവരുമായിട്ട് സന്തോഷിക്കുന്ന ഒരു സമയം നിങ്ങൾ തേടി എത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തിരുന്നെങ്കിലും മക്കളെ ഈ ഒരു സമയത്ത് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും അവർക്കും ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തു വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങൾ ഈ അവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മക്കൾ ഇതുപോലെ കരഞ്ഞിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരയാം. കാരണം ഒരിക്കലും ഒരു വ്യക്തികളും മക്കളും കരഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല.
സ്ട്രെങ്ത് കൊണ്ടുവരണം. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടല്ലേ എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയേണ്ട കാര്യം എന്താണ്? നമുക്ക് ചെറിയ ചെറിയ വേദനകൾ തരുന്നത് വലിയ വലിയ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തിനാണ്? വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കുത്തുകളും വേദനകളും കോമകളും കിട്ടുന്നത് നമ്മളെ എന്തോ വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രിയപ്പെട്ട ചില വ്യക്തികൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ നിന്ന് നമുക്ക് നഷ്ടം സംഭവിച്ചോ? നമ്മളെ സാലറിയിൽ നിന്ന് മാറ്റിയോ? നമ്മളെ ഇറക്കി വിട്ടോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇത് എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഗ്രോത്താണ്, ഫുള്ള് ഗ്രോത്താണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാമ്പത്തിക അനുഗ്രഹമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിരിക്കും, നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ഒരു അബൻഡൻസ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നുകൂടി എടുക്കാം അല്ലേ? 3. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം സെലക്ട് ചെയ്ത കാർഡ് ഫസ്റ്റ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ? തീർച്ചയായിട്ടും മാറും. നിങ്ങൾ മനക്കരുത്തോടു കൂടി ഇരിക്കുക. എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ കാറ്റടിച്ചിരുന്നാലും ഞാൻ തളർന്നു പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹം. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്, കിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, കിങ്ങിൻ്റെ 4 ചുറ്റും വെള്ളപ്പൊക്കമാണ്, എന്നാലും പുള്ളിക്കാരൻ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതും കിങ്ങാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ചുറ്റുപാടും ഇവിടെ കൊടുങ്കാറ്റും കാര്യങ്ങളും എല്ലാം ആഞ്ഞടിക്കുന്നെങ്കിലും അവിടെ ഒരു കുലുക്കോ ഇല്ലാതെ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലും മനസ്സ് തളർന്നു പോകാതെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സ്ട്രെങ്ത് വന്ന് ചേരും. നെഗറ്റീവ് വാക്കുകൾ പറയരുതെന്നാണ് അതിനർത്ഥം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ്, വാവ്, സാമ്പത്തിക അനുഗ്രഹം, സാമ്പത്തിക അനുഗ്രഹം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിന് സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുമോ? ഓവർ തിങ്കിങ് മാറ്റിയാൽ മാത്രം മതി. ഓവർ തിങ്കിങ് ഉള്ള നെഗറ്റീവിനെ മൊത്തം ഇങ്ങനെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ സാമ്പത്തികം എങ്ങനെ ആയിരിക്കുന്നു, കടം 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 എന്നും പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സാമ്പത്തിക അനുഗ്രഹം വന്നിരിക്കുന്നു, എൻ്റെ കടം മാറിക്കിട്ടണമെന്നല്ല, സാമ്പത്തിക അനുഗ്രഹം വന്നിരിക്കുന്നു, എൻ്റെ ബാങ്കിനെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ സാമ്പത്തിക ഉറവകളെ ഞാൻ തുറക്കുന്നു, യൂണിവേഴ്സിൻ്റെ അതിശക്തിയാൽ എൻ്റെ സാമ്പത്തിക ഉറവകളെല്ലാം പൊട്ടിത്തുറക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഓക്കെ, ആ പേഴ്സൊക്കെ എടുത്തിങ്ങനെ എന്ന് വെച്ചിട്ട് എൻ്റെ ഈ പേഴ്സിനെ ഞാൻ അനുഗ്രഹിക്കുന്നു, യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ഇതിനെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇതൊന്ന് നിറഞ്ഞു കവിയട്ടെ, ഇതൊരു അക്ഷയപാത്രമായി മാറട്ടെ എന്ന് വിചാരിക്കുക. ഒരു കോയിൻ എടുത്ത് വെച്ചിട്ട് ഇതെൻ്റെ യൂണിവേഴ്സാണ്, എൻ്റെ ശക്തിയാണ്, ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു മുട്ടും വരില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ അഫർമേഷൻ സ്വയമായിട്ട് ഏറ്റെടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ചിന്തകളിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതാണ്. ഓക്കെ, ധൈര്യം വേണം, ചിന്തയിൽ ഒരു മാറ്റം കൊണ്ടുവരണം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തത്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെയും നെഗറ്റീവ് തോട്ട് തന്നെയാണ്. ക്യൂൻ ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ഉണ്ട്, ഗ്രോത്ത് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണും കയ്യും ഒക്കെ നിങ്ങളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ്. കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആകെ തകർന്ന് ഒരു ഐസൊലേഷനായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ പൈസ കൊടുക്കാനുള്ളവരെല്ലാം വന്ന് കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ചില വ്യക്തികൾ ആത്മഹത്യ ഭയക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ വീട് ജപ്തി വന്നിട്ടുണ്ടായിരിക്കും, വസ്തു ജപ്തി വന്നിട്ടുണ്ടായിരിക്കും, വണ്ടികൾ എന്തെങ്കിലും ജപ്തി വന്നിട്ടുണ്ടായിരിക്കും, ചില നിയമ തടസ്സങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നതായും കാണുന്നു. ഓക്കെ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരും എന്നുള്ളതാണ്, ഒരു ഗ്രോത്ത് വരും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ നെഗറ്റീവ്
ഇരിപ്പുണ്ട്. ആ ഒരു നെഗറ്റീവ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, നെഗറ്റീവ് തോട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം. ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു നീക്കുപോക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ഗ്രോത്ത് എന്തായാലും ഇവിടെ ഉണ്ട്, നിങ്ങളുടെ ഗ്രോത്ത് ഇവിടെ ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് അനുഭവപ്പെടുന്നില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു വാണ്ടിരിക്കുന്നത് ആ സിംഹാസനത്തിൽ തന്നെയാണ്. എന്നാൽ പോലും ആ വാണ്ടിൽ നിങ്ങൾക്ക് കണ്ണെത്താത്ത രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ മറഞ്ഞാണ് ആ അനുഗ്രഹം നിൽക്കുന്നത്. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ കണ്ണിനെ മറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എങ്ങനെയാണ് മറഞ്ഞു നിൽക്കുന്നത്? ഇവിടെയുള്ള ബ്ലാക്ക് എനർജി ഇരിക്കുന്നു. ഈ ബ്ലാക്ക് എനർജിയുടെ കാരണത്താലാണ് ഇവിടെ നിങ്ങളുടെ അനുഗ്രഹം മറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം നിങ്ങൾ ബെൽ ഐക്കണും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ബെൽ ഐക്കൺ ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ മദർ യൂണിവേഴ്സ് ചാനലിൻ്റെ ബെൽ ഐക്കണും കൂടി ചെയ്യണേ. എൻ്റെ മദർ യൂണിവേഴ്സ് ചാനൽ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബെൽ ഐക്കൺ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവായി എൻ്റെ ചാനലിനെ ഒന്ന് രക്ഷിക്കണേ. താങ്ക് യു. God bless you.